ഇവര് ചോദിച്ചിരിക്കുന്നത് അതായത് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ വിച്ച് വൺ ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ്സ് ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് R1 ആൻഡ് R2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് എന്തായിരിക്കും? കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം കറണ്ട് കോൺസ്റ്റന്റ് ആവുകയും വോൾട്ടേജ് ഡിഫറന്റ് ആവുകയും ചെയ്യുന്ന ഗ്രാഫാണ് കൺസെപ്റ്റ് ആണ് എന്ത്? സീരീസ് കോമ്പിനേഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പാരലൽ കോമ്പിനേഷൻ എന്താ? പാരലൽ കോമ്പിനേഷൻ വരുന്ന സമയത്ത് എന്തായിരിക്കും കോൺസ്റ്റന്റ്? വോൾട്ടേജ് കോൺസ്റ്റന്റും അതേപോലെ കറണ്ട് ഡിഫറന്റും ആയിരിക്കും. അപ്പൊ ഇവര് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് സീരീസ് ഏത് ഗ്രാഫാണ് സീരീസ് കോമ്പിനേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ്, ഏത് ഗ്രാഫാണ് പാരലൽ കോമ്പിനേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വി ഐയുടെ വാല്യൂ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ലോപ്പ് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും അല്ലേ? ശരിയല്ലേ? റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. സ്ലോപ്പ് കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഓക്കെ. ഇവിടെ നിങ്ങൾ സ്ലോപ്പ് എടുത്തേ. ഇവിടെ നിങ്ങൾക്ക് സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കിട്ടുന്നത്? നമുക്കറിയാം സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് അല്ലേ? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ ചേഞ്ച്, നല്ലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ, ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈ ആക്സിസിൽ എന്താ? ഐ ആണ്. എക്സ് ആക്സിസിൽ എന്താ? വി ആണ്. ഐ ബൈ വി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തു കിട്ടുന്നത്? 1/r ആണ് കിട്ടുന്നത്. അപ്പം ഇവിടെ സ്ലോപ്പ് കൂടുതലാന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1/r വാല്യൂ കൂടുതലാണ് അർത്ഥം. ഓക്കെ. അപ്പം സ്ലോപ്പ് കുറവാന്ന് പറഞ്ഞ അർത്ഥം 1/r വാല്യൂ കുറവാണ്. ഇവിടെ അവര് വി ഐ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും ഗ്രാഫിൽ തന്നിരിക്കുന്നത് കണ്ടോ, വൈ ആക്സിസിൽ ഐയും എക്സ് ആക്സിസിൽ വിയുമാണ് തന്നിരിക്കുന്നത്. എപ്പോഴും ഗ്രാഫ് തരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, വി ഐ ഗ്രാഫ് ആണോ ഐ വി ഗ്രാഫ് ആണോ ഗ്രാഫിനകത്ത് തന്നിരിക്കുന്നത്. അതായത് എക്സ് വൈ കോർഡിനേറ്റിൽ എന്താണ്, എക്സ് കോർഡിനേറ്റിൽ എന്താണ്. നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഫിക്സഡ് ഒരു ഇക്വേഷൻ ഉണ്ട്. വൈ ആക്സിസിലുള്ള സംഭവം ഡിവൈഡ് ബൈ എക്സ് ആക്സിസിലുള്ള സംഭവം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ 1/r വാല്യൂ ഇവിടെ കൂടുതലാണ്, അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ കുറവായി. ശരിയല്ലേ? ഇവിടെ 1/r വാല്യൂ കുറവാണ്, അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ കൂടുതലായിരിക്കും. ഇനി നോക്കാം, നമുക്ക് നോക്കാം ലോ റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടത്തെ ഒരു കാര്യം, ഐ വി ഗ്രാഫ് ആണെങ്കിലും വി ഐ ഗ്രാഫ് ആണെങ്കിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിപ്പം വി ഐ ഗ്രാഫ് എന്ന് അവര് പറഞ്ഞിരിക്കുന്നെങ്കിലും അത് ഇവിടെ വൈ ആക്സിസിൽ ഐയും എക്സ് ആക്സിസിൽ വിയും തരുന്നത് കൊണ്ട് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് ആയതുകൊണ്ട് നമ്മൾ ഐ ബൈ വി വെച്ച് വേണം കണ്ടുപിടിക്കാൻ. ഐ ബൈ വി കണ്ടുപിടിക്കാൻ നമുക്ക് 1/r ആണ് കിട്ടുന്നത്. ശരിയല്ലേ? കാരണം എന്താ? വി ബൈ ഐ ആണ് ആർ, അപ്പൊ ഐ ബൈ വി എന്ന് പറയുമ്പോഴത്തേക്കും 1/r ആയിരിക്കും വരുന്നുണ്ടാവുക. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് സ്ലോപ്പ് കൂടുന്നത് ആർക്കോ അവർക്ക് 1/r വാല്യൂ ആയിരിക്കും കൂടുതൽ. അപ്പൊ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? ആറിന്റെ വാല്യൂ കുറവായിരിക്കും. എന്നാൽ സ്ലോപ്പ് കുറവുള്ളത് ആർക്കോ അവന് 1/r വാല്യൂ കുറവായിരിക്കും എന്ന് അർത്ഥം. അപ്പൊ ഈ ഗ്രാഫ് വെച്ചിട്ട് അപ്പൊ ആറിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ. ഇനി സീരീസ് കണക്ഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതായത് R1 ഉം R2 ഉം എന്താണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ R1-നെക്കാളും R2-നെക്കാളും കൂടുതലായിരിക്കും RS. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ RP എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും, R1-നെക്കാളും R2-നെക്കാളും കുറവായിരിക്കും. അപ്പം റെസിസ്റ്റൻസ് കൂടുതലുള്ളത് സീരീസ് കണക്ഷനിലാണ്, റെസിസ്റ്റൻസ് കുറവുള്ളത് പാരലൽ കണക്ഷനിലാണ്. ഇവിടെ നോക്കിയേ, ഈ ഗ്രാഫ് റെസിസ്റ്റൻസ് കൂടുതലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ഗ്രാഫ് R1-ന്റെയും R2-ന്റെയും സീരീസ് കോമ്പിനേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ്. ഇവിടെ ആറിന്റെ വാല്യൂ കുറവാണ്, പാരലൽ കണക്ഷൻ വരുമ്പോഴാണ് ആറിന്റെ വാല്യൂ കുറയുന്നത്. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന ഗ്രാഫ് R1-ന്റെയും R2-ന്റെയും പാരലൽ കോമ്പിനേഷന്റെ ഗ്രാഫ് ആണ് എന്നുള്ള കാര്യം. അപ്പം ഒന്നിന്റെ ആൻസർ എന്താ? വിച്ച് വൺ ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ് സീരീസ് കോമ്പിനേഷൻ ഓഫ് R1 ആൻഡ് R2? അത് എ എന്ന് പറയുന്ന ഗ്രാഫ്. വിച്ച് വൺ ഓഫ് ദി ഗ്രാഫ് റെപ്രസെന്റ് പാരലൽ കോമ്പിനേഷൻ ഓഫ് R1 ആൻഡ് R2? അത് ഡി എന്ന് പറയുന്ന ഗ്രാഫ്. ഇതായിരിക്കും അതിന്റെ, ഇത് ഡി, ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ഐ ഗ്രാഫ് ഇവിടെ ശ്രദ്ധിച്ചോണം. ഇപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള ഗ്രാഫ് ഉണ്ട്, ഇതെല്ലാവരും ശ്രദ്ധിക്കണേ.
വി ഐ ഗ്രാഫും ഉണ്ട്. വി ഐ ഗ്രാഫ് എന്ന് ജനറലി പറയുവാണെങ്കിലും അത് രണ്ട് ടൈപ്പ് ഉണ്ട്. എക്സ് ആക്സിസ് വൈ ആക്സിസിൽ വിയും എക്സ് ആക്സിസിൽ ഐയും വരാം. എന്നാൽ അടുത്തത് ശരിക്കും ഇതിന് ഐ വി ഗ്രാഫ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. വൈ ആക്സിസിൽ ഐയും എക്സ് ആക്സിസിൽ വിയും വന്നു കഴിഞ്ഞാൽ ഇതിനെ ഐ വി ഗ്രാഫ് എന്നാണ് പറയുന്നത്. പക്ഷെ ജനറലി വി ഐ ഗ്രാഫ് എന്ന് രണ്ടും പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടത്തെ ഗ്രാഫും മുകളിലോട്ടാണ്, ഇവിടത്തെ ഗ്രാഫും മുകളിലോട്ടാണ്. അതിനർത്ഥം എന്തുവാ? ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്താ വരുന്നത്? സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വൈ ആക്സിസ് ഡിവൈഡ് എന്താ? ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. ഇവിടെ വൈ ആക്സിസിൽ വി ആ, എക്സ് ആക്സിസിൽ ഐ ആ കിട്ടുന്നത്. വി ബൈ ഐ ചെയ്യുമ്പോൾ ആർ ആ കിട്ടുന്നത്. അപ്പൊ വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആറായിരിക്കും കൂടുന്നത്. അതായത് ഇവിടെ സ്ലോപ്പ് കൂടുവാണെങ്കിൽ അതിനർത്ഥം റെസിസ്റ്റൻസ് കൂടുവാന്നാണ്. പക്ഷെ നേരെ ഐ വി ഗ്രാഫിലോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിച്ചേ. ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കുവാണെങ്കിൽ ചേഞ്ച് ഇൻ വൈ ആക്സിസ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് കണ്ടുപിടിക്കുവാണെങ്കിൽ ഇവിടെ വൈ ആക്സിസിൽ ഐ ആണ്. അപ്പൊ ഇവിടെ ഐ ബൈ വി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടത്തെ സ്ലോപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ഇവിടത്തെ സ്ലോപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1/r വാല്യൂ കൂടുതലാണ് അർത്ഥം. 1/r വാല്യൂ കൂടുതലാണെങ്കിൽ ആറിന്റെ വാല്യൂ കുറവാണെന്ന് ഒരർത്ഥം. മനസ്സിലായി? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഐ വി ഗ്രാഫ്. വി ഐ ഗ്രാഫ് എന്ന് ജനറലി അവർ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. വൈ ആക്സിസിൽ എക്സും ഐയും എക്സ് ആക്സിസിൽ വിയും. അപ്പം സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഐ ബൈ വി ചെയ്യുമ്പോൾ 1/r ആ വരുന്നത്. അപ്പൊ സ്ലോപ്പ് കൂടുതലുള്ള ആർക്കോ ഇവനാണ് സ്ലോപ്പ് കൂടുതൽ, ഇവനാണ് സ്ലോപ്പ് കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവന് ആയിരിക്കും 1/r വാല്യൂ ആയിരിക്കും കൂടുതൽ. അപ്പൊ ആറിന്റെ വാല്യൂ കുറവായിരിക്കും ആ ഗ്രാഫിൽ. എന്നാൽ ഇവിടെ സ്ലോപ്പ് കുറയുന്നവന് 1/r വാല്യൂ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ആറിന്റെ വാല്യൂ കൂടുതലാണെന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ഇനി സീരീസ് കോമ്പിനേഷനിലോട്ട് വരുമ്പോൾ എപ്പോഴും റെസിസ്റ്റൻസ് കൂടി നിൽക്കണം. പാരലൽ കോമ്പിനേഷന് വരുമ്പോൾ എപ്പോഴും റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ ഇവിടെ ആറിന്റെ വാല്യൂ കൂടുതലാണ്, ആ 1/r വാല്യൂ കുറവായതുകൊണ്ട് ഈ ഗ്രാഫിന് ആറിന്റെ വാല്യൂ കൂടുതലാണ്. ആറിന്റെ വാല്യൂ കൂടുതലാകുമ്പോൾ ആറിന്റെ വാല്യൂ കൂടുന്നത് സീരീസ് കോമ്പിനേഷനിലാണ്. അപ്പം ഈ ഗ്രാഫ് ആയിരിക്കും R1ഉം R2ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഗ്രാഫ്. അതേപോലെ തന്നെ പാരലൽ കണക്ഷന്റെ റെസിസ്റ്റൻസ് കുറയണം. അപ്പൊ ഇവിടെ 1/r സ്ലോപ്പ് കൂടുതലായതുകൊണ്ട് ഐ വി വൈ ആക്സിസിൽ എക്സ് ആക്സിസിൽ തന്നിരിക്കുന്നതുകൊണ്ടും 1/r വാല്യൂ ആയിരിക്കും ഇതിനും കൂടുതൽ. അപ്പൊ ആറിന്റെ വാല്യൂ കുറവായിരിക്കും. ആറിന്റെ വാല്യൂ കുറവായതുകൊണ്ട് ഇവിടെ പാരലൽ കോമ്പിനേഷന്റെ ഗ്രാഫ് ആയിരിക്കും അത്. കാരണം പാരലൽ കോമ്പിനേഷന്റെ എന്ത് കുറവായിരിക്കും? റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കിക്കോണം. ഇത് മനസ്സിലാകാത്തവരോ അല്ലെ മനസ്സിലായവരെല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. അപ്പൊ മക്കളെ ഗ്രാഫ് വി ഐ ഗ്രാഫ് ആണോ ഐ വി ഗ്രാഫ് ആണോ നോക്കണം. വി ഐ ഗ്രാഫ് ആണെങ്കിൽ എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ വിയും എക്സ് ആക്സിസിൽ ഐയും വന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരുവാണെങ്കിൽ അതിനർത്ഥം എന്താ? ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം റെസിസ്റ്റൻസ് കൂടുതലാണ് അർത്ഥം. ഇതിന്റെ ഇങ്ങനെയല്ല ഐ വി ഗ്രാഫിന് വരുന്നത്. ഐ വി ഗ്രാഫ് രണ്ടും എഴുതുമ്പോൾ എന്താണ് വി ഐ ഗ്രാഫ് എന്ന തരത്തുള്ളെങ്കിലും ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ള ആൾക്കാർ ആരാണ് ശ്രദ്ധിച്ചിട്ട് വേണം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. ഇതിന്റെ സ്ലോപ്പ് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഐ ബൈ വി ആണ്. അപ്പൊ 1/r ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് കൂടി കഴിഞ്ഞാൽ 1/r വാല്യൂ ആണ് കൂടുന്നത്. അപ്പൊ ആറിന്റെ വാല്യൂ കുറയുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഷോ ആൻ അറേഞ്ച്മെന്റ് ഓഫ് 3 resistors each of resistance 10 ohm so that the combination has a resistance of 15 ohm. അതായത് 3 റെസിസ്റ്ററിന് 10 ഓം വെച്ചിട്ട് അതിനെ നിങ്ങൾ എങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ടോട്ടൽ റെസിസ്റ്റൻസ് 15 ഓം വരുന്നത് എന്നാണ് അതിന്റെ ചോദ്യം. അപ്പൊ നമുക്ക് 3 റെസിസ്റ്റർ ഇങ്ങനെ തന്നിട്ടുണ്ട്. 1, 2, 3. ഇത് 10 ഓം, ഇത് 10 ഓം, ഇത് 10 ഓം. നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം? ഞാൻ 3 ഇതിനെയും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാം. 10 ഓം, 10 ഓം, 10 ഓം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് RS കണ്ടുപിടിക്കാൻ സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 10 പ്ലസ് 10 പ്ലസ് 10 30 വരുന്നത്. നമുക്ക് 15 വരുന്നത്. അപ്പം ഈ കോമ്പിനേഷൻ അല്ല എന്നുള്ള കാര്യം മനസ്സിലായിക്കോളും. ഇനി ഞാൻ എന്ത് ചെയ്യാം? 2 എണ്ണം സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതുമായിട്ട് ഒരെണ്ണം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. ഇത് 10 ഓം, ഇത് 10 ഓം, ഇത് 10 ഓം. അപ്പം ഇത് 2 എണ്ണം ഞാൻ ഇതിനെ R1 എന്നും R2 എന്നും
R3 എന്ന് എടുത്തു. ഇവിടെ R1ഉം R2ഉം സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീരീസ് ആകുമ്പോൾ RS കണ്ടുപിടിക്കാൻ എന്താണ് R1 പ്ലസ് R2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 10 പ്ലസ് 10 എന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് 20 ഓം കിട്ടും. കഴിഞ്ഞില്ല. ഇപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് 20 ഓം ആയി. അപ്പം ഈ പടം ഇങ്ങനെ മാറ്റാലോ. അപ്പം ഇത് RS ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, ഇത് 20 ഓം. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തത് R3 ആണ്, അത് 10 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം 1/RP ഈസ് ഈക്വൽ ടു 1/20 പ്ലസ് 1/10 എന്ന് എഴുതാം. LCM എടുക്കാം. LCM എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇൻറ്റു 2 ചെയ്യണം, മുകളിൽ ഇൻറ്റു 2 ചെയ്യണം. എല്ലാം എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിങ്ങോട്ടും ഇതിങ്ങോട്ടും ഇതിങ്ങനെ. അപ്പൊ 1/RP ഈസ് ഈക്വൽ ടു എന്താ, 10 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 200 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 30 ഡിവൈഡ് ബൈ 200 എന്ന് വരുന്നു. ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ RP 1/RP ആണ് 3/20. RP 20/3. ഇത് ചെയ്യുമ്പോഴും നമുക്ക് എത്ര കിട്ടത്തില്ല, 15 കിട്ടത്തില്ല. അപ്പം ഈ കോമ്പിനേഷനും അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനിയും ഞാൻ എന്ത് ചെയ്യാന്നറിയോ, രണ്ടെണ്ണത്തിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതുമായിട്ട് മൂന്നാമത്തേനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതായത് R1 ഞാൻ 10 ഓം എടുത്തു, R2 10 ഓം എടുത്തു, അതിനെ രണ്ടിനെയും പാരലൽ ആക്കുകയാണ്. ആ കിട്ടുന്നതും R3യുമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നോക്കാം, ഈ രണ്ടും പാരലൽ കോമ്പിനേഷൻ കണക്ട് ചെയ്യുന്ന സമയത്ത് 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അപ്പൊ നമുക്ക് 1/10 പ്ലസ് 1/10. അങ്ങനെയാണെങ്കിൽ നമുക്ക് LCM കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഡിനോമിനേറ്റർ സെയിം ആണ്, 2/10. അതായത് 1/RP ആണ് നമുക്ക് 2/10 വന്നത്. അപ്പൊ RP എന്ത് വരും, RP 10/2 എന്ന് പറയുന്നത് 5. ഓക്കെ. അപ്പം ഇപ്പം ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്തായി, ഒറ്റ റെസിസ്റ്റർ ആയല്ലോ. അപ്പൊ ഇപ്പൊ നമുക്ക് RP കിട്ടിയിരിക്കുന്നത് എത്രയാ, RP കിട്ടിയിരിക്കുന്നത് 5 ആണ്. അതും മറ്റേ അടുത്ത R3യുമായിട്ട് എന്താ സീരീസിലാണ്, കണ്ടോ. അപ്പൊ ഇനി സീരീസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. RS ഈസ് ഈക്വൽ ടു RPയുടെ കൂടെ R3 ആഡ് ചെയ്താൽ മതി. 5 പ്ലസ് 10 വരുന്നു, അതായത് 15 ഓം. കണ്ടോ. അപ്പം 15 ഓം വരുന്ന കോമ്പിനേഷൻ രണ്ടെണ്ണം പാരലായിട്ടും ഒരെണ്ണം സീരീസ് ആയിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അവർ ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നതിനനുസരിച്ച് എഴുതേണ്ടത് ഷോ ആൻ അറേഞ്ച്മെന്റ്. അപ്പം അറേഞ്ച്മെന്റ് എഴുതാൻ പറയുമ്പോൾ എന്ത് എഴുതുക, ഒരെണ്ണം ഇങ്ങനെ വരയ്ക്കുക, ഒരെണ്ണം ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരെണ്ണം എഴുതുക. എന്നിട്ട് ഇത് R1 കൊടുക്കുക, എന്നിട്ട് 10 ഓം കൊടുക്കുക, ഇത് R2 കൊടുക്കുക, ഇതും 10 ഓം കൊടുക്കുക, ഇത് R3 കൊടുക്കുക, 10 ഓം കൊടുക്കുക. ഓക്കെ. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറയുമ്പോൾ ഈ പടം വരച്ചിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ R1 ആൻഡ് R2 എന്താ, R സീരീസ് എന്ന് കൊടുക്കുക, സോറി പാരലൽ, R പാരലൽ എന്ന് കൊടുക്കുക, അങ്ങനെ പാരലൽ എന്ന് കൊടുക്കുമ്പോൾ അതിന്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കുക. 1/RP ഈസ് ഈക്വൽ ടു എന്താ, 1/R1 പ്ലസ് 1/R2 കൊടുക്കുക, 1/10 പ്ലസ് 1/10 കൊടുക്കുക, 2/10 കൊടുക്കുക, 1/R. അങ്ങനെയാണെങ്കിൽ RP എന്ന് പറയുന്നത് 10/2 ആക്കിയിട്ട് അത് 5 ഓം ആക്കുക. ഇനി എന്ത് ചെയ്യുക, വീണ്ടും ആ പടം ഒന്ന് റീഡ്രോ ചെയ്യുക. ഇത് RP ആക്കുക. എന്നിട്ട് അടുത്തത് R3യുമായിട്ട് എന്താ, കാരണം ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒറ്റ റെസിസ്റ്റർ ആയി മാറി. അപ്പൊ RP എന്ന് പറയുന്നത് നമുക്ക് 5 ആണ് കിട്ടിയിരിക്കുന്നത്, R3 ഓൾറെഡി അവിടെ 10 ഉണ്ട്. ഇനി റെസിസ്റ്റൻസ് ഇൻ സീരീസ് ഈസ് ഈക്വൽ ടു RP പ്ലസ് R3 എന്ന് പറയുമ്പോൾ 5 പ്ലസ് 10 ഈസ് ഈക്വൽ ടു ഇതായിരുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ജസ്റ്റിഫിക്കേഷന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ ഈ പടം വരച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ജസ്റ്റിഫിക്കേഷൻ ആവും. നമ്മൾ ചെയ്ത് കാണിച്ചു.
ഇത് ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തത് കണ്ടു. ഓക്കെ ഫൈൻ. അടുത്ത നോക്കിയേ, അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാറ്ററി ഓഫ് 6 വോൾട്ട് ഈസ് കണക്റ്റഡ് വിത്ത് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് 5 റെസിസ്റ്റേഴ്സ്. അപ്പം 5 റെസിസ്റ്റേഴ്സ് റഫ് ആയിട്ടൊന്ന് വരയ്ക്കുക. എല്ലാം ഒന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിലും അതൊന്ന് റഫായിട്ട് സൈഡിലൊന്ന് വരച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. ഓക്കെ, അത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു എത്ര വോൾട്ട് ബാറ്ററി? 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ എന്തായാലും അതിനൊരു കീ കാണും. ഓക്കെ, ഇങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം 0.1 ഓം, ഒരെണ്ണം 0.2 ഓം, ഒരെണ്ണം 0.3 ഓം, 0.4 ഉണ്ട്. ഞാൻ ക്വസ്റ്റിനകത്ത് 0.4 തന്നു. 0.4 ഉണ്ട്, 0.4 ഓം ഉണ്ട്, 0.4. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് 0.3യിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ഹൗ മച്ച് കറണ്ട് വുഡ് ഫ്ലോ ത്രൂ 0.3? നിങ്ങളൊന്ന് മനസ്സിലാവും, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സീരീസ് കോമ്പിനേഷനിനകത്ത് ഏത് റെസിസ്റ്ററിനകത്തൂടെ പോകുന്ന കറണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ടോട്ടൽ റെസിസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിക്കാൻ എല്ലാം സീരീസ് ആയതുകൊണ്ട് അതിന്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ RS കണ്ടുപിടിക്കണം. R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 പ്ലസ് R5. അങ്ങനെയാണെങ്കിൽ 0.1 പ്ലസ് 0.2 പ്ലസ് 0.3 പ്ലസ് 0.4 പ്ലസ് 0.5. ഇത് കൂട്ടുമ്പോൾ 1, 2, 3, 4, 5 കൂട്ടുന്നവരെ കൂട്ടി വെക്കല്, അത് പോയിന്റ് ആണ് വരുന്നത്. അപ്പം അത് അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അത് ഇങ്ങനെ ചെയ്യാവൂ. അതായത് ഇങ്ങനെ കൂട്ടി എഴുതി വേണേൽ ചെയ്തോണം. തെറ്റിപ്പോവാൻ സാധ്യതയുള്ളവര് ഇങ്ങനെ കൂട്ടി എഴുതി അങ്ങ് ചെയ്തോണം. 3, 0.4, 0.5, 5, 4, 9, 9, 3, 12, 12, 2, 14, 14, 1, 15. അപ്പം 1.5 ആയിരിക്കും വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അത് എപ്പോഴും ആലോചിക്കണം. ഇങ്ങനെ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ചിലർ 15 എന്നൊക്കെ എഴുതി വെക്കുന്നവരുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ പോയിന്റ് കൂട്ടി നോക്കുമ്പോൾ കൃത്യമായിട്ട് പോയിന്റ് താഴെ ഇട്ട് ചെയ്യാം. അപ്പൊ ഇത് 1.5 ആണ് ഇതിന്റെ അതായത് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. ഇതിലൂടെ മൊത്തം ഒഴുകുന്ന കറണ്ട് തന്നെയായിരിക്കും ഈ റെസിസ്റ്ററിനകത്തൂടെയും ഈ റെസിസ്റ്ററിനകത്തൂടെയും ഈ റെസിസ്റ്ററിനകത്തൂടെയും ഈ റെസിസ്റ്ററിനകത്തൂടെ ഈ റെസിസ്റ്ററിനകത്തൂടെ ഒഴുകുന്നത്. കാരണം എന്താ? ഇത് സീരീസ് കോമ്പിനേഷനാണ്, കറണ്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന് ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ I = V/R ആണ്. V/R നമുക്കറിയാം, ആ V എന്ന് പറയുന്നത് 6 ആണ്, R എന്ന് പറയുന്നത് 1.5 ആണ്. പോയിന്റ് മാറ്റാൻ വേണ്ടി മുകളിൽ 10 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ 10 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ഇവിടെ 1.5ന്റെ പോയിന്റ് മാറ്റാൻ × 10 മുകളിൽ × 10 ചെയ്യണം. അപ്പൊ നമുക്ക് 60/15 കിട്ടുന്നു. 60/15 എന്ന് പറയുമ്പോഴത്തേക്കും 4 ആണ്. 4 ആംപിയർ കറണ്ട് ആണ് ശരിക്കും ടോട്ടൽ കറണ്ട്. ഇത് തന്നെയായിരിക്കും, അതായത് താഴോട്ട് എഴുതേണ്ട, ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ് എഴുതുകൊണ്ട് എടുത്തെഴുതുന്നത് ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈസ് 4 ആംപിയർ ആണ്. എന്നിട്ട് കോമ ഇട്ടിട്ട് ആസ് ദ resistors are connected in series combination. Current through each resistor is same. Current through each resistor is same. Current through each resistor is same. So current through 0.3 ohm resistor is 4 ampere itself. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ലെങ്തി ക്വസ്റ്റ്യൻ ആണ് ചെയ്യിപ്പിക്കുന്നത്. A and B are two salt used for washing purpose. Salt A is used for bathing also. For test tubes 1, 2, 3 and 4 as mentioned below are taken. ഒന്നാമത്തേത് rainwater plus solution of A. രണ്ടാമത്തേത് rainwater plus solution of salt എന്നാണ്. salt A, salt B. മൂന്നാമത്തേത് tube well plus solution of salt A. അടുത്തത് tube well plus solution of salt B. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതിന്റെ ബാക്കി താഴോട്ട് എഴുതിക്കുവാണ്. ഞാൻ ഈ സൈഡിലോട്ട് എഴുതുകയാണ്. ഇതിന്റെ താഴോട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇതൊക്കെ നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ തരുന്നത്. ഇതൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. വായിച്ച് മനസ്സിലാക്കി ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The test tube are shaken one by one almost identically for the same time and the length of formed length of foam formed in each test tube is noted. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. In which one of the 4 test tube is the foam formed the minimum? രണ്ടാമത്തേത് differentiate between salt A and salt B. ഇതിന്റെ തന്നെ C question. What are esters? What happens when an ester reacts with an alkali? Give chemical equation.
chemical equation. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിന്, D question. What is the cause of hardness of water? Full stop. Sometimes it is observed that while bathing foam is formed എന്ന് പറഞ്ഞ പദയാണ്. Bathing foam is formed with difficulty, and an insoluble substance is formed. Name this substance and write the cause of its formation. ഇത് കണ്ടോ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണ്. അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 അല്ല, 2, 4. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ അതും കൂടെ അങ്ങ് ചെയ്യിപ്പിച്ചെന്നേ ഉള്ളേ. ചിന്തിക്കുക, കൃത്യമായിട്ട് ചിന്തിക്കുക. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചോളൂ. നല്ലതായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സായിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സായി എന്ന് പറയാമോ? സായി. ഓക്കെ.
ഓക്കെ, കുഞ്ഞുങ്ങളെ ഇത് അറിയാമോ? ഏബലിന് അറിയാമോ? ഏബൽ, അഭിനീത്, അക്ഷിത. ഏബൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഏബൽ അറിയാമോ? കിട്ടുന്നുണ്ട്. എന്തോ ആൻസർ എന്ന് പറഞ്ഞേ. ആദ്യത്തെ ആൻസർ എന്താ? In which of the four test tube is foam formed minimum? ഇത് നോക്കിയോ, ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞത് എപ്പോഴും ആലോചിച്ചോണം. എയും ബിയും രണ്ട് സോൾട്ട് ആണ്, യൂസ്ഡ് ഫോർ വാഷിംഗ് പർപ്പസ്. സോൾട്ട് എ ഈസ് യൂസ്ഡ് ഫോർ ബാത്തിങ് ഓൾസോ. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, സോൾട്ട് എ എന്ന് പറയുന്നത് ബാത്തിങ് പർപ്പസിനും കൂടെ ഉപയോഗിക്കുമെന്നുണ്ടെങ്കിൽ അത് വല്ല സന്തൂർ വല്ലോ ആന്ന് വിചാരിച്ചോ. സന്തൂർ സോപ്പോ ലക്സോ വല്ലോ ആന്ന് വിചാരിക്കാം. എക്സാമ്പിൾ പറയാം. ഓക്കെ, അതേപോലെ തന്നെ സോൾട്ട് ബി എന്ന് പറയുന്നത് എന്താണ്, വാഷിംഗ് പർപ്പസിന് മാത്രം വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വാഷിംഗ് നമുക്കറിയാം. ഇപ്പം വാഷിംഗ് സോപ്പ്, നമ്മൾ ബാത്തിങ് സോപ്പ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കുളിക്കുന്ന ഇപ്പം ലക്സും ഒക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ, ഇപ്പം ഞാൻ ചിലപ്പം പണ്ടൊക്കെ, ചിലപ്പോൾ അല്ല പണ്ടൊക്കെ, ഇപ്പം ആറ്റിലൊന്നും പോകത്തില്ല, പണ്ട് എല്ലാ സൺഡേയും ആറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ നനയ്ക്കാനുള്ള സോപ്പ് കൊണ്ടതില്ല, കുളിക്കുന്ന സോപ്പ് തന്നെ ഇട്ടാണ് നനയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കുളിക്കുന്ന സോപ്പിന് കൂടുതൽ പതയുണ്ടാവും. മനസ്സിലായോ? നനയ്ക്കുന്ന സോപ്പിന് പതയുണ്ടാകത്തില്ല, പക്ഷെ അവര് അഴുക്ക് കൂടുതൽ കളയാൻ നല്ലത് എന്താണ്, വാഷിംഗ് സോപ്പുകളാണ് അല്ലേ? അപ്പം നമുക്കിപ്പം ഇവിടെ തിരിച്ചിങ്ങോട്ടേക്ക് വരാം. സോൾട്ട് ബാത്തിങ്ങിനും വാഷിങ്ങിനും ഉപയോഗിക്കും. നമുക്ക് സന്തൂറോ ലക്സോലോ ഉപയോഗിക്കാം. സോൾട്ട് ബി എന്ന് പറയുമ്പോൾ വാഷിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് വല്ല എന്താണ്, ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സോപ്സ് എന്ന് പറയുമ്പോൾ സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ് അല്ലേ? ഏതാ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോൾട്ട്. ഡിറ്റർജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വാഷിങ്ങിന് ഉപയോഗിക്കുന്നത് എന്താണ്, സൾഫോണിക് ആസിഡിന്റെ സോൾട്ടുകളായിരിക്കും വാഷിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എല്ലാം വേണമെങ്കിൽ വല്ല എന്താണ്, ഉജാല അങ്ങനെയുള്ള സോപ്പുകൾ വല്ലതും എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ബാത്തിങ് സോപ്പിന് പത കൂടുതലായിരിക്കും, അതായത് ഫോം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. വാഷിംഗ് സോപ്പിന് ഫോം കുറവായിരിക്കും, പക്ഷെ ചെളി നന്നായിട്ട് കളയും. ഓക്കെ, എന്നാൽ ബാത്തിങ് സോപ്പ് ഹാർഡ് വാട്ടറിൽ വരുമ്പോഴും നല്ലതായിട്ട് പത തരത്തില്ല. ഇപ്പം റെയിൻ വാട്ടറും സോൾട്ട് ഓഫ് എയും കൂടെ എടുത്തിരിക്കുക. സോൾട്ട് ഓഫ് എ എന്ന് പറയുമ്പോൾ അത് ലക്സിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞ സോൾട്ട് ആണ്. അതും റെയിൻ വാട്ടർ ആകുമ്പോൾ നല്ലോണം ഫോം ഉണ്ടാവും, പതയുണ്ടാവും. കാരണം റെയിൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വാട്ടർ അല്ല. ഹാർഡ് വാട്ടർ ഉണ്ടെങ്കിൽ ഈ എന്താണ്, ഇപ്പം ഇതുപോലെയുള്ള സോപ്പുകളുടെ കുളി സോപ്പുകളുടെ അതിനകത്തെ എന്താണ്, അയോൺസ് പോയിട്ട് ഈ ഹാർഡ് വാട്ടറിനകത്തെ ഡിസോൾഡ് ആയിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സ്കം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് ഇൻസോൾബിൾ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ഉണ്ടാവും, സ്കം. അതുകൊണ്ട് അത് പതയത്തില്ല. അത് ഹാർഡ് വാട്ടറിനകത്ത്. പക്ഷെ ഇത് റെയിൻ വാട്ടർ ആണ്. റെയിൻ വാട്ടറിനകത്ത് എന്ത് ചെയ്യും? നല്ലോണം ഫോം ചെയ്യും. രണ്ടാമത്തേത് റെയിൻ വാട്ടർ പ്ലസ് സോൾട്ട് ഓഫ് ബി ആണ്. സോൾട്ട് ഓഫ് ബി എന്ന് പറയുന്നത് വല്ല വാഷിംഗ് സോഡ അങ്ങനെയുള്ള സോഡിയം കാർബണേറ്റ് കലർന്നതായിരിക്കും. അത് ഓൾറെഡി ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണ് അല്ലേ? റെയിൻ വാട്ടറിനകത്ത് അപ്പം എന്താണ്, ലെസ് ഫോം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലെസ് ഫോം. ഓക്കെ, പക്ഷെ അഴുക്ക് കളയും. ഫോം പത കൂടി വന്നാൽ അഴുക്ക് പോകും എന്നുള്ളതല്ല, പത കുറയും പക്ഷെ അഴുക്ക് പോകുന്നുണ്ടാവും വാഷിങ്ങിനകത്ത്. ഇനി ട്യൂബ് വെൽ എന്ന് പറയുമ്പോൾ എന്താ, ബോർവെല്ലാണ്. ട്യൂബ് വെല്ലിനകത്ത് എന്താ, സോൾട്ട് ഓഫ് ബി ഒഴിക്കുക, സോൾട്ട് ഓഫ് എ ഒഴിക്കുക. നമുക്കറിയാം സോൾട്ട് എ നോർമലിൽ നല്ലോണം പതയുന്ന ആളായിരുന്നു, പക്ഷെ ട്യൂബ് വെല്ലിൽ ഇട്ട സമയത്ത് അതിന്റെ പത കുറയും. പത കുറയുന്ന പറയുമ്പോൾ അതും ഒരു എക്സാമ്പിൾ എനിക്ക് നേരിട്ട് പറയാൻ പറ്റും. കാരണം ഞങ്ങൾ പുതിയ വീട് വെച്ച സമയത്ത് അവിടെ കുഴൽ കിണറായിരുന്നു, ട്യൂബ് വെല്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ എന്താണ്, കുളിക്കുന്ന സമയത്തൊക്കെ ലക്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ കൂടിയ സോപ്പാന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ എന്താ, അതൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ പത വളരെ കുറവായിരിക്കും. പതയുന്നുണ്ട്, പക്ഷെ പത നോർമൽ റെയിൻ വാട്ടറിനകത്ത് പത വരുന്ന പോലെ അതിനകത്ത് കുളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അത് പത വരത്തില്ല. ആ സോൾട്ട് വെച്ചിട്ട്, ആ സോൾട്ടുള്ള സോപ്പ് വെച്ച് കുളിക്കുമ്പോൾ. അപ്പം സോൾട്ട് എയും ട്യൂബ് വെല്ലാകുമ്പോൾ പത വളരെ കുറവായിരിക്കും, ലെസ് ഫോം ആയിരിക്കും. ഓക്കെ, ഇനിയും ട്യൂബ് വെല്ലും അതേപോലെ തന്നെ സോൾട്ട് ഓഫ് ബിയും കൂടെ ആകുമ്പോഴോ, ഓൾറെഡി റെയിൻ വാട്ടറിൽ തന്നെ ഡിറ്റർജന്റ് ആയിട്ടുള്ള ആൾക്കാർ പത കുറച്ച് കുറവായിരിക്കും അല്ലേ, ലെസ് ഫോം ആയിരിക്കും. റെയിൻ വാട്ടറിൽ തന്നെ, നോർമൽ വാട്ടറിൽ തന്നെ
അപ്പൊ ട്യൂബ് വെല്ലുമായിട്ട് ഡിസോൾവ് സോൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് അത് തീരെ എന്തായിരിക്കും ഫോമിങ് കുറവായിരിക്കും, പത കുറയും. പക്ഷേ ട്യൂബ് വെല്ലിലെ വെള്ളത്തിലും നല്ല ക്ലെൻസിങ് ആക്ഷൻ ഉള്ളത് സോൾട്ട് ബിക്കാണ്. അതായത് ക്ലീൻ ചെയ്യാൻ നല്ല കഴിവുള്ളത് ആർക്കാ, എന്താണ് ബിക്കാണ്. അതായത് അത് വാഷിംഗ് പർപ്പസിന് സ്പെസിഫിക്കലി വാഷിംഗ് പർപ്പസിന് ഡിസൈൻ ചെയ്തതാണ്. അപ്പം തുണിയൊക്കെ കഴുകുമ്പോൾ ഏറ്റവും കൂടുതൽ അഴുക്ക് കളയുന്നത്, പത വരുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് വിട്ടേക്ക്. പത വരുമ്പോഴാണ് അഴുക്ക് പോകുന്നത് എന്നുള്ളതല്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം സോൾട്ട് ബി ട്യൂബ് ഇവർ ചോദിച്ചിരിക്കുന്നുണ്ട്, ഇൻ വിച്ച് ഓഫ് ദ 4 ടെസ്റ്റ് ട്യൂബ് ഈസ് ഫോം മിനിമം. ഏറ്റവും മിനിമം ഉള്ളത് ശരിക്കും ട്യൂബ് വെല്ലും സോൾട്ട് ബിയും കൂടെ ചെയ്യുമ്പോഴാണ്. റെയിൻ വാട്ടറും സോൾട്ട് ബിയും കൂടെ ചെയ്യുമ്പോഴും ലെസ് ഫോം ആണ്, അതിനേക്കാട്ടിലും കുറവായിരിക്കും ട്യൂബ് വെല്ലും സോൾട്ട് ബിയും കൂടെ ചെയ്യുമ്പോൾ. അപ്പം ടെസ്റ്റ് ട്യൂബ് 4 ആണ്, ടെസ്റ്റ് ട്യൂബ് 4 ആണ് അതിന്റെ ആൻസർ. മനസ്സിലായോ ഏബലെ, മനസ്സിലായോ? അപ്പം ടെസ്റ്റ് ട്യൂബ് പ്ലസ് സാൾട്ട് എ അല്ലേ? അപ്പൊ അത് ആൻസർ ടെസ്റ്റ് ട്യൂബ് പ്ലസ് സോൾട്ട് ബി. ഫോം കൂടുതലും ഹാർഡ് വാട്ടറും. ഏതാ? ഓക്കെ സാർ. ഇവിടെ ചോദിച്ചോ, നിന്റെ സംശയം ചോദിക്കും. നീ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, ട്യൂബ് വെല്ലിനകത്ത് ഹാർഡ് വാട്ടർ അല്ലേ? ട്യൂബ് വെല്ല് ഹാർഡ് വാട്ടറാണ്. ഹാർഡ് വാട്ടറിനകത്ത് നമ്മൾ കുളിക്കുന്ന സോപ്പ് നോർമൽ വാട്ടറിനകത്ത്, ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാണ്. ലക്സ് എടുത്തിട്ട് ഞാൻ നോർമൽ എന്താണ് റെയിൻ വാട്ടറിൽ ഞാൻ കുളിക്കുവാണ്. അപ്പം നല്ലതായിട്ട് എന്ത് ചെയ്യും, പത വരും, നല്ല പത വരും. ഓക്കെ. എന്നാൽ ഞാൻ എന്താണ് സൺലൈറ്റിന്റെ അല്ലെങ്കിൽ ഉജാലയുടെ വാഷിംഗ് സോപ്പ് എടുത്തിട്ട് റെയിൻ വാട്ടറിനകത്ത് ഇതാക്കി കഴിഞ്ഞാൽ പത വരും, പക്ഷെ നല്ല പത വരത്തില്ല. പത വരുമെന്നതേ ഉള്ളൂ, പത വരും, പക്ഷെ നല്ല പത വരത്തില്ല. ഈ ലക്സും റെയിൻ വാട്ടറും പോലെ വരുമ്പോൾ ഉള്ള പത പോലെ ഉജാലയും റെയിൻ വാട്ടറും ചെയ്യുമ്പോൾ എന്ത് ചെയ്യത്തില്ല, പത വരത്തില്ല. പത വരും, പക്ഷെ നല്ല പത വരത്തില്ല. കത്തിയോ? ഇനിയും നോക്കിയോ, ഇനിയും ഞാൻ ഹാർഡ് വാട്ടർ എടുക്കും. അപ്പം ലക്സ് എടുത്തിട്ട് ഞാൻ ട്യൂബ് വെല്ലിനകത്ത്, ട്യൂബ് വെല്ലെന്ന് പറയുമ്പോൾ ബോർവെല്ലാണ്, ട്യൂബ് വെല്ലിനകത്ത് ഞാൻ മിക്സ് ചെയ്യുകയാണ്. അപ്പോഴും ആദ്യം റെയിൻ വാട്ടറിനകത്ത് ലക്സ് കലക്കിയപ്പോൾ ഉള്ള നല്ല പത പോലെ പത വരത്തില്ല, പത കുറയും, പത നന്നായി കുറയും. ഓക്കെ. ഇനിയും ഞാൻ ഉജാലയുടെ സോപ്പ് എടുത്തിട്ട് ഞാൻ ട്യൂബ് വെല്ലിനകത്ത് മുക്കുവാണ്. അപ്പോൾ എന്താണെന്നറിയോ, പത തീരെ കുറയും. അതായത് പത മിനിമം ആയിരിക്കും, മിനിമം പതയായിരിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? മിനിമം പതയായിരിക്കുമെങ്കിലും ക്ലെൻസിങ് ആക്ഷൻ ട്യൂബ് വെല്ലിൽ കൂടുതൽ ഡിറ്റർജൻസിനാണ്. ക്ലീൻ ചെയ്യാൻ കഴിവ് കൂടുതൽ ഡിറ്റർജൻസിനാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അതിനുള്ള കഴിവ് കൂടുതൽ എന്താണ് ഡിറ്റർജൻസിനായിരിക്കും. ഡിറ്റർജൻസിനാണ് അഴുക്കൊക്കെ കളയാനായിട്ടുള്ള കഴിവ് കൂടുതൽ. അവർ പത ഫോം ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യും, അത് എന്താണ് നല്ലതായിട്ട് ക്ലീൻ ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത ഏറ്റവും കുറവുള്ളത് എന്താണ്, ഇതും അതായത് നമ്മുടെ ട്യൂബ് വെല്ലും സോൾട്ട് ബിയുമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ നനയ്ക്കാൻ ഏറ്റവും നല്ലത് എന്താണ്, ഇതാണ്, അതായത് ഡിറ്റർജന്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ പത കുറയുന്നേ ഉള്ളൂ, പത കുറഞ്ഞാലും അത് ക്ലെൻസിങ് ആക്ഷൻ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഇനി അവിടെ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താ? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോൾട്ട് എ ആൻഡ് ബി. എന്താ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോൾട്ട് എ ആൻഡ് ബി? ഇങ്ങനെ എഴുതാം. സോൾട്ട് എ എന്ന് പറയുന്നത് ഈസ് എഫക്റ്റീവ് ഫോർ ബാത്തിങ് ആൻഡ് പ്രൊഡ്യൂസസ് ഫോം. ശരിയല്ലേ? എന്നാൽ സോൾട്ട് ബി എന്ന് പറയുന്നത് ഈസ് എഫക്റ്റീവ് ഫോർ വാഷിംഗ് and not effective for bathing.
for bathing and produces less foam. ഇനിയും അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കോളൂ. അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ എസ്റ്റേഴ്സ്? എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ടി സ്മെല്ലിംഗ് സബ്സ്റ്റൻസ്. അതായത് എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ശരിക്കും ദേ ആർ ഫ്രൂട്ടി സ്മെല്ലിംഗ് സബ്സ്റ്റൻസ്. ഫ്രൂട്ടി smelling substances formed by the reaction of carboxylic acid. ഒരു ആസിഡും ഒരു ആൽക്കഹോളും തമ്മിൽ carboxylic acid and alcohol. They are the fruity smelling substance formed by the reaction of carboxylic acid and alcohol. ഇത്ര എഴുതിയാണ്. ഇനിയും അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, കഴിഞ്ഞില്ലല്ലോ. അതായത് വാട്ട് ഹാപ്പൻസ് വെൻ ആൻ എസ്റ്റർ റിയാക്ട് വിത്ത് ആൽക്കലി? അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലാത്തൊരു ചോദ്യമാണ്. നമുക്കറിയാം എസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരു കാർബോക്സിലിക് ആസിഡ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, CH3COOH പ്ലസ് CH3CH2OH. ഓക്കെ, ഇത് എന്താ സംഭവിക്കുന്നത്? ഇത് H പ്ലസ് ഒരു ആസിഡിനകത്ത് ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് വാട്ടർ മോളിക്യൂൾ പോകും. വാട്ടർ മോളിക്യൂളിൽ പോകുന്നത് ഈ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് OH-ഉം ആൽക്കഹോളിൽ നിന്ന് H-ഉം ആയിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓക്സിജൻ വന്ന് നേരെ ഇവിടെ വന്ന് ചേരുമ്പോൾ ഈ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനെയാണ് എസ്റ്റർ എന്ന് പറയുന്നത്, CH3CO. പിന്നെ അപ്പുറത്തെ രണ്ട് ഇവൻ, അതായത് ഇവിടെ EO ഇങ്ങോട്ട് എഴുതി, ബാക്കി CH2 തിരിച്ച് CH3 കണ്ടോ. ഇവന്റെ പേരാണ് എസ്റ്റർ. ഇങ്ങനെ ഒത്തിരി എസ്റ്റർ ഉണ്ട്, പല എസ്റ്റർ ഉണ്ട്. ഇവന്റെ സ്പെസിഫിക് നെയിം എന്ന് പറയുന്നത് ഈഥൈൽ എഥനോയേറ്റ് എന്ന. ഓക്കെ, ഇനി ഇതല്ല അവർ ചോദിച്ചിരിക്കുന്നത് ഈ എസ്റ്റർ ഒരു ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്തത്. ആൽക്കലി എന്ന് പറയുമ്പോൾ ഏതാ? നിങ്ങൾക്ക് വെള്ളത്തിൽ ഡിസോൾവ് ആകുന്ന ബേസിനെയാണ് ആൽക്കലി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ NaOH വേണമെങ്കിലും ഉപയോഗിക്കാം, KOH വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ NaOH ഉപയോഗിക്കാൻ പോവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാം? ഞാനിവിടെ ഇവനെ എടുക്കുകയാണ്, CH3COO CH2CH3. ഇതാണ് ആൻസർ അതിന്റെ. ഇത് NaOH-ഉമായിട്ട് റിയാക്ട് ചെയ്യും. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഉണ്ടാകുക?
എന്തായിരിക്കും ഉണ്ടാകുന്നത്? എപ്പോഴും ആലോചിച്ചോണം, നോക്കിക്കോണം. ഇവിടെ ഉണ്ടാകുന്ന എന്താണെന്ന് അറിയാമോ? ഇവിടെ ഈ NaO ഇതുമായിട്ട് ചേരുന്ന സമയത്ത് ഇവിടെ ഈ ഇതുണ്ട്, ഈ CH3 ഇത് എപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇല്ല, ഇത് പക്ഷെ പഠിക്കണം. എസ്റ്ററുമായിട്ട് ഒരു ആൽക്കലി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അപ്പൊ നോക്കിയോ, വേണ്ട ഈ ഓടെ ഇപ്പുറത്ത് കിടക്കുന്ന കണ്ടോ, അതായത് ഇങ്ങനെ ഇവനെയും കൂടെ ചേർത്ത് ഇത്ര ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ? വേണ്ട ഈ NAടൊക്കെ പോയി അങ്ങ് ചേരും. അതായത് ഇങ്ങനെ CH3COO. ആ CH3COOടെ ആ ഇപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരാണ് NAയിട്ട് ചേരുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചോണം എപ്പോഴും കേട്ടോ. അതിനി എത്ര ആൾക്കാർ എത്ര കോമ്പൗണ്ട് ഈ സൈഡിൽ കയറി വന്നാലും CH3COO അല്ലെങ്കിൽ CH3CH2CO ഇപ്പുറത്ത് കിടക്കുന്ന ആരാണോ, അതായത് ആസിഡിന്റെ CO വരുന്ന ഭാഗമാണ് NAയുമായിട്ട് പോയി ചേരുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചോണം. പ്ലസ് പിന്നെ ഇവിടെ ഒരു OH ഉണ്ടല്ലോ, ഇവിടെ ഒരു OH ഉണ്ട്, അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു OH. ഈ OH പോയിട്ട് നേരെ ഇവിടെ കണ്ടോ ഈ CH2 CH3 ഉണ്ടല്ലോ, അതുമായിട്ട് പോയിട്ട് OH ഒന്ന് ചേരും. അപ്പൊ അവിടെ CH3 CH2 OH കണ്ടോ. ഇവന്റെ പേര് സോഡിയം കാർബോക്സിലേറ്റ് എന്നാണ്. സോഡിയം കാർബോക്സിലേറ്റ് സോൾട്ട് ആണ് ഇവന്റെ പേര്, അല്ലെങ്കിൽ സോഡിയം എത്തനോയേറ്റ് എന്ന് വേണേലും പറയാം. ഇയാളുടെ പേരാണ് പറയുന്നത്, ഇയാളുടെ പേര് സോഡിയം 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 കാർബോക്സലേറ്റ് അഥവാ സോഡിയം എത്തനോയേറ്റ് ഓർ സോഡിയം എത്തനോയേറ്റ്. ഇവൻ നിങ്ങൾക്ക് അറിയാലോ, 2 കാർബൺ ഉള്ള ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എത്തനോളാണ്. ഇതായിരിക്കും ഇത്. എനിക്കൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലയോ? സപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ ഉണ്ടല്ലോ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്, ഇല്ലേ? ഉണ്ടോ സായി? ഈ റിയാക്ഷൻ ഉണ്ടോ? സായി ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. അക്ഷിത കേൾക്കാമോ? ശ്രേയ വിനോദ് പറഞ്ഞേ. ഉണ്ട്. അപ്പൊ അത് പഠിച്ചോണം കേട്ടോ. അപ്പൊ ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ CH3COO Na എന്ന് പറഞ്ഞ സോഡിയം കാർബോക്സിലേറ്റ് അല്ലെ സോഡിയം എഥനോയിറ്റ്, ഇങ്ങനെ വലിയ ചെയിൻ വരുമ്പോഴാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയോ? സോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും സോപ്പ്. ഈ റിയാക്ഷനെ സപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്നാണ് പറയാം. ഓക്കെ, ഇതിനെ വലിയ രീതിയിൽ എഴുതുന്നതാണ് സോപ്പ്. അതായത് ഇപ്പൊ CH3CONA, ഇതിന് പകരം CH3CH2CH2CH2CH2COO എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു സോപ്പായി മാറി. ഇങ്ങനെയാണ് സോപ്പിന്റെ ഫോർമുല, സോപ്പിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അവിടെ സോഡിയം വരാം, അവിടെ പൊട്ടാസ്യം വരാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ റിയാക്ഷന്. ഇനി കഴിഞ്ഞിട്ടില്ലല്ലോ, അവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലോ. അതായത് എന്തായിരുന്നു അവിടെ ചോദിച്ചിരിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ? അവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ എസ്റ്റേഴ്സ്, അത് പറഞ്ഞു. വാട്ട് ഹാപ്പൻസ് വെൻ ആൻ എസ്റ്റർ റിയാക്ട് വിത്ത് ആൽക്കലി പറഞ്ഞു. ഗിവ് കെമിക്കൽ ഇക്വേഷൻ, അതും പറഞ്ഞു. ഗിവ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്താണ് ആ റിയാക്ഷന്റെ പേര് എഴുതാൻ പറഞ്ഞത്? സപ്പോണിഫിക്കേഷൻ എഴുതിക്കോണം. അതേപോലെ തന്നെ വാട്ട് കോസസ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വെള്ളത്തിന് ഹാർഡ്നെസ് കൊണ്ടുവരുന്നത് ആരാണ്? അതായത് ഇപ്പം കുഴൽക്കിണറ്റിലെ വെള്ളത്തിനൊക്കെ ഹാർഡ്നെസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ആരാണ് കൊണ്ടുവരുന്നത്? എപ്പോഴും ആലോചിച്ചോണം, ഈ ഹാർഡ് വാട്ടറിനകത്ത് Ca2+ അയോൺസും Mg2+ അയോൺസും ഡിസോൾഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് അത് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞത് എന്താണ് കാർബണേറ്റ്സ് ആയിട്ടും, അത് കാൽസ്യം കാർബണേറ്റ് ആയിട്ടും മഗ്നീഷ്യം കാർബണേറ്റ് ആയിട്ടും കാൽസ്യം ക്ലോറൈഡ് ആയിട്ടും മഗ്നീഷ്യം ക്ലോറൈഡ് ആയിട്ടും കാൽസ്യം സൾഫേറ്റ് ആയിട്ടും മഗ്നീഷ്യം സൾഫേറ്റും ആയിട്ടും ഒക്കെ ആ വെള്ളത്തിനകത്ത് മിക്സ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അയോൺസ് ആയിട്ട് ഫോം ചെയ്യുന്നത് Mg2+ Ca2+ ആണ്. അപ്പൊ അത് പോയിട്ട് എന്ത് ചെയ്യും? ഈ സോപ്പുമായിട്ടൊക്കെ പോയിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഡിറ്റർജൻസും. ഡിറ്റർജൻസ് ഈ പറഞ്ഞ പോലെ തന്നെ സോപ്പ്, നമ്മൾ കുളിക്കുന്ന സോപ്പ്, അതിനകത്ത് പത കുറയും. ഡിറ്റർജൻസിനും പത കുറയും. പക്ഷെ പത കുറഞ്ഞാലും അവർ ക്ലീൻ ചെയ്യാൻ ക്ലീനിങ് നടക്കും. അത് എപ്പോഴും ആലോചിച്ചോണം. നമ്മൾ തെറ്റായിട്ടൊരു ധാരണയുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നത്
എന്താണ് പതയാണ് അഴുക്ക് കളയുന്നത് എന്നുള്ളതാണ്. അപ്പം പതയല്ല അഴുക്ക് കളയുന്നത്. എപ്പോഴും ആലോചിച്ചോണ്ട് ഡിറ്റർജൻസ് ആണ് എപ്പോഴും ഹാർഡ് വാട്ടറിൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ പത കുറവായിരിക്കും. പത കുറയുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരിക്കലും എന്താണ് ക്ലീനിങ് പ്രോപ്പർട്ടി കുറയുക എന്നല്ല അർത്ഥം. പക്ഷെ പത കുറയുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അവിടെ ക്ലീനിങ് ആക്ഷൻ നടക്കുന്നുണ്ട് ഡിറ്റർജൻസിന്റെ. പക്ഷെ മറ്റവനാണെങ്കിൽ പത കുറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ക്ലെൻസിങ് ആക്ഷനും കുറയും. ഏതാ? സോപ്പ് നോർമൽ സോപ്പ്. അപ്പൊ അവൻ ഹാർഡ് വാട്ടറിനകത്ത് പത കുറവായിരിക്കും. പത കുറയുമ്പോൾ അവന്റെ ക്ലെൻസിങ് ആക്ഷനും കുറയും. ഡിറ്റർജൻസിന് ക്ലെൻസിങ് ആക്ഷൻ കൂടുതലായിരിക്കും പത കുറഞ്ഞാൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് പ്രൈമറിലി due to the presence of dissolved calcium Ca2+ and magnesium ions. Mg2+. പിന്നെ അവർ ചോദിച്ചേക്കുന്നുണ്ടോ, it is observed that while bathing foam is formed with difficulty, sorry, it is observed that while bathing foam is formed with difficulty an insoluble substance is formed in the substance. Okay, അതായത് കുളിക്കുന്ന സമയത്ത് ഹാർഡ് വാട്ടറിനകത്ത് കുളിക്കുവാണെങ്കിൽ അവിടെ എന്താണ് ഫോം ചെയ്യാനായിട്ടുള്ള ഫോം മീൻസ് പതയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് ഓൾറെഡി നമുക്കറിയാലോ. ഹാർഡ് വാട്ടർ ആണെങ്കിലും സോഫ്റ്റ് വാട്ടർ ആണെങ്കിലും ഡിറ്റർജൻസ് ആണെങ്കിലും അതേപോലെ തന്നെ എന്താണ് നോർമൽ കുളിക്കുന്ന സോപ്പ് ആണെങ്കിലും ഹാർഡ് വാട്ടറിനകത്ത് പതയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ പത വന്നില്ലേലും ഡിറ്റർജൻസിന്റെ പണി വൃത്തിക്ക് ചെയ്യും. അതായത് അഴുക്ക് കളഞ്ഞിരിക്കും. അത് ഹാർഡ് വാട്ടറിനകത്താണെങ്കിലും അവന്റെ പണി അവൻ കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ ഇവൻ പതയും കൃത്യമായിട്ടൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു ആക്ടിവിറ്റി കുറയും. ഏതാ? നോർമൽ സോപ്പുകൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്നത് ആ നോർമൽ സോൾട്ട് പതയാതെ എന്തും ഉണ്ടാവും. പതയാതെ എന്ത് ചെയ്യും? ഒരു ഇൻസോൾബിൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ആ സബ്സ്റ്റൻസിന്റെ എന്താണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ സ്കം എന്നാണ് പറയുന്നത്. സ്കം സബ്സ്റ്റൻസ് ഫോം ഈസ് സ്കം. അതേപോലെ റൈറ്റ് ദ കോസ് ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ. എന്താ കോസ് ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ? അതായത് എന്താ ഇതിനകത്ത്, അതായത് നമ്മുടെ സോപ്പിനകത്തെ അയോൺസ് പോയിട്ട് ഹാർഡ് വാട്ടറിനകത്തെ അയോൺസുമായിട്ട് പോയി ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് സ്കം. അപ്പം സ്കം ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ എന്താ സോപ്പ് മോളിക്യൂൾ ആൻഡ് എന്താണ് ദ അയോൺസ് പ്രസന്റ് ഇൻ ഹാർഡ് വാട്ടർ എന്ന് എഴുതിയാലും മതി. ഞാൻ എഴുതി തരാം. ഇത് സ്കം എന്ന് എഴുതിയിട്ട് കോമ ഇട്ടിട്ട് when soap reacts with calcium and magnesium ions in hard water creating an insoluble white and curd-like precipitate.
ഇത്ര എഴുതിയാൽ മതി. അതായത് നമ്മുടെ ആ സോപ്പിനകത്തെ Na+ മാറ്റിയിട്ട് അവിടെ ആര് വരുന്നു? സോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ CH3COONA. ഇത് സോഡിയം കാർബൺ, ഇതൊരു സോപ്പിന്റെ മോളിക്യൂളാണ്. ഇവിടത്തെ ഈ Na മാറ്റിയിട്ട് അവിടെ ആര് വരും? അവിടെ ഈ Ca+OMgO ഒക്കെ വരും. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ അത് സോലുബിൾ അല്ലാത്ത അൺഡിസോൾഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതിനെയാണ് സ്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര എഴുതിയാൽ അതിൽ സോപ്പ് റിയാക്ട് വിത്ത് കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം അയോൺസ് ഇൻ ഹാർഡ് വാട്ടർ ക്രിയേറ്റിംഗ് ആൻ ഇൻസോൾബിൾ വൈറ്റ് ആൻഡ് കേർഡ് ലൈക്ക് and it is ഇങ്ങനെ എഴുതി ഇനി ബാക്കിയോടെ വേണം എഴുതാം. these metal ion ആണ്, ഇങ്ങനെയും കൂടെ എഴുതിക്കും. these metal ion displaces the sodium in the soap. Forming calcium or magnesium stearate എന്ന് പറയുമ്പോൾ ഞാൻ ആ നേരത്തെ പറഞ്ഞില്ലേ, സോഡിയത്തിനെ മാറ്റിയിട്ട് കാൽസ്യം ഇവിടെ വരുമ്പോൾ അതിനെ കാൽസ്യം ഓർ മാഗ്നീഷ്യം സ്റ്റെറേറ്റ് എന്ന കോമ്പൗണ്ടുകൾക്ക് പറയാം. which reduces the cleaning efficiency. കണ്ടോ? എന്നാൽ ഡിറ്റർജൻസിന് ഈ പ്രശ്നമില്ല. ഡിറ്റർജൻസിന് പത കുറയുന്നേ ഉള്ളൂ. പക്ഷേ എന്താണ്, ക്ലെൻസിങ് ആക്ഷൻ നല്ല എഫിഷ്യന്റ് ആയിട്ട് അത് ചെയ്യും. അതിപ്പോ ഹാർഡ് വാട്ടറിനകത്താണെങ്കിലും ചെയ്യും, സോഫ്റ്റ് വാട്ടറിനകത്താണെങ്കിലും ചെയ്യും. പക്ഷെ പത കുറയും. അല്ല സാറേ, പറഞ്ഞു. സാറ് പറഞ്ഞില്ലായിരുന്നു എന്നെ റീപ്ലേസ് ചെയ്യുന്നു, അല്ല ഡിസ്പ്ലേസ് ചെയ്യുന്നു. അല്ല, അപ്പൊ റിയാക്ടിവിറ്റി നോക്കത്തില്ലേ ഡിസ്പ്ലേസ് ചെയ്യാൻ നേരത്ത്? റിയാക്ടിവിറ്റി ചെയ്യുന്ന സമയം എനിക്ക് മനസ്സിലായില്ല. സാധാരണ ഒരു കോമ്പൗണ്ടിന് ഇത് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി നോക്കിയിട്ടല്ലേ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഈ CAയും MG ഒക്കെ Naലും കുറവല്ലേ റിയാക്ടിവിറ്റി? അപ്പൊ അവിടെ എന്താണ്, ആ അയോൺ മാത്രമല്ലല്ലോ പോകുന്നത്. ഇതിനിടയ്ക്ക് ഈ സോഡിയം സ്റ്റെറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും. ഇപ്പം ആ കോമ്പൗണ്ടിന്റെ ഫോർമുല വേണം ഞാൻ എഴുതി കാണിക്കാം. കാൽസ്യം സ്റ്റെറേറ്റ് അല്ലേ, ഇങ്ങനെയായിരിക്കും അതിന്റെ ഫോർമുല. C18H35O2 ട്വൈസ്. കണ്ടോ? ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആവുണ്ടാകുന്നത്. അപ്പം അങ്ങനെ അവിടെ നോർമൽ എന്താണ് റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ല വരിക. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ഞാൻ നേരത്തെ എഴുതി കാണിച്ച സോപ്പ് മോളിക്യൂൾ എന്ന് പറയുന്നത് CH3COONA എന്ന് പറയുന്നത്, ഇത് ശരിക്കും ഒരു ബേസിക് സോപ്പ് മോളിക്യൂൾ. ഇങ്ങനെയല്ല സോപ്പ്. കണ്ടോ? 18 കാർബൺ വരുന്നുണ്ട് ഇവിടെ. അതിനർത്ഥം ഇങ്ങനെ CH3 CH2 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 അങ്ങനെ 18 കാർബൺ വന്നിട്ട് എന്താണ് അതിൻ്റെ കൂടെ Na അങ്ങനെ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പം ഇത് നോക്കുന്ന സമയത്ത് റിയാക്ടിവിറ്റി സീരീസിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ പല എന്താണ് കോമ്പിനേഷൻസും അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് ആ സോഡിയം കാൽസ്യം സ്റ്റെറേറ്റ് എന്ന് പറയുന്നതിന്റെ ഫോർമുല തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി സീരീസിലെ അത് റിയാക്ടിവിറ്റി സീരീസ് ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ വേറെ പല എഫക്റ്റുകളും അവിടെ ഉണ്ടെന്നാണ്. അതിനെപ്പറ്റി ഒന്നും പഠിക്കാനില്ല. ഇപ്പൊ ഇതിന്റെ ഫോർമുലയൊക്കെ എനിക്ക് എഴുതി തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല. ഈ മാഗ്നീഷ്യം സ്റ്റെറേറ്റ് എന്ന് പറയുന്ന സാധനം പോലും എഴുതി തരേണ്ട ആവശ്യമില്ല. പക്ഷേ അത് പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ. കാരണം ഈ മാഗ്നീഷ്യം സ്റ്റെറേറ്റിനും, അതായത് സോഡിയം മാറി അവിടെ കാൽസ്യമോ മഗ്നീഷ്യമോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലീനിങ് എഫിഷ്യൻസി കുറയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അവിടെ ഈ റിയാക്ടിവിറ്റി സീരീസിന് ഉപരിയായിട്ട് റിയാക്ടിവിറ്റി സീരീസ് ഏതൊരു റിയാക്ഷൻ നടക്കണമെങ്കിലും മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കണമെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് നോക്കണം. പക്ഷെ റിയാക്ടിവിറ്റി സീരീസിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ പല എഫക്റ്റുകളും അവിടെ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കണ്ട. മനസ്സിലായോ? ആരായിരുന്നു? ഷാരോൺ ആണോ ചോദിച്ചത്? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇത് നമ്മളിപ്പോ നമുക്ക് +2 വരുമ്പോഴത്തേക്കും ഇതിന്റെയൊക്കെ എഫക്ട്, ഇതിന്റെയൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള റീസൺ കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കണം. ഇത് എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്, എന്തൊക്കെ നോക്കണം. അതായത് എന്താണ് ഒരു എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പൊ
അപ്പൊ അതിനകത്ത് എന്താണ് ചുമ്മാ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് മാത്രമല്ല റിയാക്ട് ചെയ്യുന്നത്. കൊളീഷൻ തിയറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അർഹീനിയസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു രണ്ട് മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പല പല കാര്യങ്ങളുടെ ഒരു റിസൾട്ടന്റ് ആണ് ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിനകത്ത് പഠിക്കാനുള്ളത് കെമിക്കൽ മറ്റേ എന്താണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ടിവിറ്റി സീരീസ് ആയിട്ട് അനുസരിച്ചെന്നുള്ളത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അത് മാത്രമല്ല റിയാക്ഷൻ നടക്കുമ്പോൾ നോക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോടാ? ക്ലിയർ സാറേ. ഓക്കെ, ഇതിന്റെ ആൻസർ എല്ലാം ആയല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാമേ.